അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാബു ചേട്ടനൊക്കെ ഉള്ള സമയത്ത് ഉണ്ടാക്കിയ ഒരു ബൈലും ഉണ്ട്. അതായത് അതിൽ അധികാരം പൂർണ്ണമായും ഏൽപ്പിക്കുന്നത് ജനറൽ സെക്രട്ടറിയാണ്. കാരണം ഈ ഇടവേള ബാബു എന്ന് പറയുന്ന ആളായിരുന്നു കംപ്ലീറ്റ് അവിടെ കൺട്രോൾ ചെയ്തിരുന്നത്. പ്രസിഡന്റായിട്ടുള്ള ലാലേട്ടൻ ഇന്നസെന്റ് ഏട്ടൻ അതിൽ ഇടപെടാൻ പറ്റാത്തതുകൊണ്ട് ആ അധികാര വികേന്ദ്രീകരണം മുഴുവൻ നൽകിയിരുന്നത് ഇടവേള ബാബുവിനായിരുന്നു. അത് തുടർന്ന് വന്നു കഴിഞ്ഞപ്പോൾ അത് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു ബാബു ചേട്ടൻ ഓരോ മീറ്റിങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോഴും നമ്മൾ ഹോട്ടലുകളിൽ ചേരുമ്പോഴും ഒരു ബൾബ് മാറ്റിയാൽ കഴിഞ്ഞ മാസം ഇന്നത് മാറ്റി, ഇന്നതുപോലെ നടന്നു എന്നുള്ളൊരു രേഖപ്പെടുത്തലുണ്ടായിരുന്നു. പക്ഷെ അതില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ പലതും സ്വന്തം ഇഷ്ടങ്ങൾക്ക് വിധേയമായി പോയപ്പോഴാണ് പലരും പ്രതികരിക്കാൻ തുടങ്ങിയതിൽ. ഞാൻ മാത്രമല്ല, ഞാനിപ്പോൾ ഒരിക്കലും ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു ബൈറ്റ് തരികയോ അത് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു സ്പോക്സ് പേഴ്സൺ ഇല്ല ഇപ്പോൾ അവിടെ, സത്യം പറഞ്ഞാൽ. അത് ആരാണ് തീരുമാനം എടുക്കുന്നതെന്ന് അറിയില്ല. അവിടെ ചില തീരുമാനങ്ങൾ, ഇപ്പം ഞാൻ അവിടുത്തെ ഹൗസ് കീപ്പിംഗ് സെക്ഷനിൽ ഹെഡായിട്ട് ഇരുന്നു. ആ ഹൗസ് കീപ്പിംഗ് സെക്ഷനെ പിരിച്ചുവിട്ട് കളഞ്ഞു. അവിടുത്തെ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും, അതായത് ഈ കമ്മിറ്റി പ്രവർത്തനം തുടങ്ങിയപ്പോൾ പുറകിലുള്ള വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിപ്രിയ ആയിരുന്നു അതിൻ്റെ ഹെഡായിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ പോയി സംസാരിക്കുകയും ആ ഒരു പ്രശ്നങ്ങൾ ഞങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തു, മാറ്റുകയും ചെയ്തു. കാരണം അവിടെ ഫ്രണ്ടിൽ വെള്ളം വീഴുന്നു എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് അവിടുത്തെ അന്നുണ്ടായിരുന്ന സെക്യൂരിറ്റിയെ പറഞ്ഞു വിടുകയുണ്ടായി. നമ്മളെല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു സ്റ്റാഫിനെ പറഞ്ഞു വിടുക. അതിനുശേഷം ഇവർ തന്നെ നിയമിച്ചതാണ്, നമ്മൾ നിയമിച്ചതല്ല. സെക്രട്ടറിയും ട്രഷറിൻ്റെ അടക്കം ഇൻ്റർവ്യൂ ചെയ്തെടുത്ത സ്റ്റാഫിനാണ് വെച്ചിരുന്നത്, നമ്മളുടെ പേഴ്സണൽ ഇഷ്ടത്തിനല്ല. പക്ഷേ ആ വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും അറിയിച്ചിരുന്നു, ഓക്കെ അത് തുടർന്ന് പോകട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ പിരിച്ചുവിട്ടതിൻ്റെ കാരണം എന്താണെന്ന് പോലും അറിയാതെ ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഡിജിറ്റൽ തെളിവടക്കം. അപ്പോൾ പ്രസിഡന്റിന് അധികാരപരിധിയില്ല, വെറും സ്റ്റാമ്പ് മാത്രമാണെന്നുള്ളത് പ്രസിഡന്റ് തന്നെ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അടുത്ത ജനറൽ ബോഡിയിൽ ഇതിലെ ബൈലോ തിരുത്തപ്പെടണം. ഇതിലുള്ള ഒഫീഷ്യൽ, അതായത് വൈസ് പ്രസിഡന്റോ ജോയിന്റ് സെക്രട്ടറിക്കോ അവിടെ ഒരു അധികാരവുമില്ല. സാധാരണ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറിൻ്റെ അധികാരം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ബൈലോ വായിച്ചു കഴിഞ്ഞ് ക്ലിയർ ചെയ്തപ്പോഴാണ്. അപ്പോൾ അത് മാറ്റും, തിരുത്തപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെപ്പോഴും ബൈലോയിൽ പറയുന്നുണ്ട്, എല്ലാവരും കൂടിയാലോചിച്ചിട്ട്. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ ഒരു കേസ് വരികയാണെങ്കിൽ പ്രതികരിക്കേണ്ട ജനറൽ സെക്രട്ടറി ആണെന്നുണ്ട്. അത് അധികാരം, അതായത് 2 സൈൻ മതി അല്ലേ? 2 സൈൻ ഉണ്ടെങ്കിൽ അതപ്പോൾ ജനറൽ സെക്രട്ടറിയും ട്രഷറും ചേർന്ന് സൈൻ ചെയ്ത് പോകുന്ന ചെക്കുകൾ കൃത്യമായിട്ട് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഹെഡായിട്ട് ഉണ്ടായിരുന്ന കൈലാഷ് പലതവണ റിപ്പീറ്റായിട്ട് അക്കൗണ്ട്സ് ചോദിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ വരവ് ചെലവ് കണക്കുകൾ പലതവണയായിട്ട് അവിടെ വരാത്തത് കൊണ്ട് അതിൻ്റെ അസ്വാരസം ഉണ്ടായിരുന്നു. ഡോക്ടർ റോണി എന്ന് പറയുന്ന ആളെ ഇൻഷുറൻസ് നോക്കുന്നത്, അദ്ദേഹം പേഴ്സണലായിട്ട് ഇവരെല്ലാം പുതിയ ആൾക്കാരായതുകൊണ്ട് അവർ ശബ്ദിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു. ഞാനാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാൾ, 10 വർഷത്തിലുള്ള ഏറെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ട് തന്നെ കണ്ടിരുന്നത്. അപ്പോൾ എന്നോട് എൻ്റെ സീനിയേഴ്സ് അത് ഏറ്റെടുത്ത്, അതായത് ബാബുചേട്ടൻ ഉൾപ്പെടെ സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ ചേർന്നിട്ടാണ് ഞാൻ അവിടെ തെരഞ്ഞെടുപ്പിൽ ഈ തവണ മത്സരിക്കുന്നത്. ഇത് അന്യാധീനപ്പെട്ടു പോകരുത്, ഇവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ വേണമെന്ന് പറഞ്ഞാണ് ഞാനവിടെ ഒരു പ്രവർത്തകൻ, അതായത് ഒരു വർക്കറിനെ പോലെയാണ് നിൽക്കുന്നത്. പക്ഷേ അവിടെയുള്ള പല കാര്യങ്ങളും ആദ്യം എല്ലാം നമ്മൾ ഉൾപ്പെട്ട് നമ്മളവിടെ ഇടപെട്ടിരുന്നു. പക്ഷേ പിന്നീട് ഈ അറിയിപ്പുകളും കാര്യങ്ങളും ഇല്ലാത്ത അവസ്ഥകൾ വന്നപ്പോൾ അവിടെ അധികാരമായ ദുർവിനിയോഗം നടന്നു എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ട്രഷറർ എടുത്ത് ലീവിൽ പോകണമെന്ന് പറഞ്ഞത്. അതുതന്നെയാണ് ഇന്നലെ സുരേഷ് ഗോപി ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു, ഒരുപാട് സംസാരിച്ചിട്ട്. ഇനി ഇന്നർ പൊളിറ്റിക്സിൽ എനിക്ക് താല്പര്യമില്ല, പക്ഷെ അവിടെ നിരാലംബരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ടീം നമ്മൾ നിലനിൽക്കേണ്ടത്. അത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവരുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് ഇതുള്ളതുകൊണ്ട് നമുക്കിത് ഇട്ടിട്ട് പോകാൻ സാധിക്കില്ല. നമ്മളിതിനെ തിരുത്തിയിട്ട് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. സുരേഷ് ഗോപി ഏട്ടനായിട്ട് ഇന്നലെ സംസാരിച്ചിരുന്നു, 2-3 ദിവസം കഴിയുമ്പോൾ തൃശ്ശൂർ നേരിട്ട് കാണാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെ പോലുള്ളവരോട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ഇടവേള ബാബു ചേട്ടനായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്, എൻ്റെ സീനിയേഴ്സായിട്ട്. ലാലേട്ടന് ഞാൻ മെസ്സേജുകൾ വിടാറുണ്ട്, മമ്മൂക്കും വിടാറുണ്ട്. അപ്പോൾ ഇത് നിലനിൽക്കേണ്ടത് എൻ്റെയോ കൈലാഷിൻ്റെയോ ഇടവേള ബാബുവിൻ്റെ അല്ല, ഒരുപാട് നിരാലംബരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ കൈ പിടിക്കുമ്പോൾ നമുക്ക് അവരൊരു സംരക്ഷണം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്.